ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഇൻഡോ ചൈനീസ് ഡിഷാണ് തയ്യാറാക്കുന്നത്. സ്റ്റാർട്ടറായിട്ടും അതുപോലെ തന്നെ മെയിൻ കോഴ്സുമായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു സ്പൈസി ഡ്രാഗൺ ചിക്കൻ്റെ റെസിപ്പി വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നല്ല സ്പൈസി ആയിട്ടുള്ള ഈ ഒരു ഡ്രാഗൺ ചിക്കൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനുവേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ ബോൺലെസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ചിക്കൻ വൃത്തിയായി കഴുകി ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കണം. ചിക്കൻ മാരിനേറ്റ് ചെയ്യേണ്ട ഇൻഗ്രീഡിയൻസ് നോക്കാം. ചിക്കനിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. ശേഷം ഇതിലേക്ക് കുരുമുളക് പൊടി, കാശ്മീരി മുളക് പൊടി, കോൺഫ്ലോർ, ആവശ്യത്തിന് ഉപ്പും സോയാ സോസും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെച്ചതിന് ശേഷം വറുത്തെടുക്കണം. ചിക്കൻ എല്ലാം നന്നായി ഫ്രൈ ചെയ്തതിന് ശേഷം ഇനി ഗ്രേവിക്ക് വേണ്ട കാര്യങ്ങൾ നോക്കാം. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്: ഗ്രീൻ ക്യാപ്സിക്കം, റെഡ് ക്യാപ്സിക്കം, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, സെലറി, സവാള അരിഞ്ഞത്, റോസ്റ്റഡ് കാഷ്നട്ട്, വെളുത്ത എള്ള്, മല്ലിയില, ടൊമാറ്റോ സോസ്, സോയാ സോസ്, പഞ്ചസാര, മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്. ചൂടായ ഒരു പാനിലേക്ക് ഓയിൽ ഒഴിക്കാം. ഞാനിവിടെ ചിക്കൻ വറുത്ത എണ്ണയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഒന്ന് സോട്ട് ചെയ്തെടുക്കണം. ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. ഇതിലേക്ക് സവാള നന്നായി വഴന്നു വന്നതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി, ക്യാപ്സിക്കവും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. ക്യാപ്സിക്കം എല്ലാം ഒന്ന് സോട്ടായി വന്നതിന് ശേഷം ഇതിലേക്ക് ടൊമാറ്റോ സോസ്, സോയാ സോസ്, പഞ്ചസാര എന്നിവ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ശേഷം വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കനും ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളവും ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് 10 മിനിറ്റ് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. പത്ത് മിനിറ്റിന് ശേഷം ഇതിലേക്ക് കോൺഫ്ലോർ വാട്ടർ മിക്സ് നമുക്ക് ചേർക്കാം. കറി ഒന്ന് കുറുകി വരാൻ വേണ്ടിയിട്ടാണ് ഇത് ചേർക്കുന്നത്. ശേഷം ഇതിലേക്ക് മല്ലിയില, സെലറി, കാഷ്യൂനട്ട്, വെളുത്ത എള്ള് എന്നിവ ചേർത്ത് ഗാർണിഷ് ചെയ്യാം. ഡ്രാഗൺ ചിക്കൻ്റെ റെസിപ്പി ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല എങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതൊരു മസ്റ്റ് ട്രൈ ഐറ്റമാണ്. അത്യാവശ്യം സ്പൈസി ആയിട്ടുള്ള ഒരു കറിയാണ്. എരിവ് ഇഷ്ടമുള്ളവർക്ക് ഇത് തീർച്ചയായും ഇഷ്ടപ്പെടും. അപ്പോൾ ഞാനിന്ന് തയ്യാറാക്കിയ ഡ്രാഗൺ ചിക്കൻ്റെ റെസിപ്പി വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ വാല്യുബിൾ കമൻസും കൂടി ഇടുക. താങ്ക് യു ഫോർ വാച്ചിങ്.